ഓക്കെ, ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 രണ്ടാം ഭാഗം, തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം, കേരള പാണിനിയുടെ 6 നയങ്ങൾ. ഓക്കെ, ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവിധ സിദ്ധാന്തങ്ങളാണ് യൂണിറ്റ് ഒന്നിൽ ചർച്ച ചെയ്യുന്നത്. മേൽ പറഞ്ഞ ഈ സിദ്ധാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് തമിഴ് ജന്യവാദം. ഓക്കെ, ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവിധ സിദ്ധാന്തങ്ങളാണ് യൂണിറ്റ് ഒന്നിൽ ചർച്ച ചെയ്യുന്നത്. മേൽ പറഞ്ഞ ഈ സിദ്ധാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് തമിഴ് ജന്യവാദം. ഇക്കാര്യങ്ങളെല്ലാം യൂണിറ്റ് 1 വിശദമാക്കിയതാണ്. ഇവിടെ കേരള പാണിനിയുടെ 6 നയങ്ങളും അവയുടെ വിമർശനങ്ങളുമാണ് മുഖ്യമായും വിശദമാക്കുന്നത്. മലയാളവും തമിഴും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ARന്റെ അഭിപ്രായങ്ങൾ കാൾഡലിനെ പിന്തുടർന്നുണ്ടായതാണ്. തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് AR രാജരാജവർമ്മയുടെ നിരീക്ഷണങ്ങൾ. ഓക്കെ, തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് AR രാജരാജവർമ്മയുടെ നിരീക്ഷണങ്ങൾ. ചരിത്ര പ്രസിദ്ധമായ തെളിവുകൾ നിരത്തി മലയാളം തമിഴ് ജന്യമാണെന്ന് തെളിയിച്ച ഭാഷാ പണ്ഡിതനാണ് AR രാജരാജവർമ്മ. മലൈനാടായ മലയാളത്തിലെ ആദിമ നിവാസികൾ തമിഴരും അവരുടെ ഭാഷ തമിഴും ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് AR തന്റെ കൊടുന്തമിഴ് വാദം തുടങ്ങുന്നത്. എക്കാലത്തും ഗ്രന്ഥഭാഷ അല്ലെങ്കിൽ വരമൊഴി, നാടോടി ഭാഷ അല്ലെങ്കിൽ വാമൊഴി എന്നൊരു വ്യത്യാസം എല്ലാ ജീവൽ ഭാഷകളിലും ഉണ്ടായിരുന്നു. ഗ്രന്ഥഭാഷയ്ക്ക് ചെന്തമിഴ് എന്നും നാടോടി ഭാഷയ്ക്ക് കൊടുന്തമിഴ് എന്നുമാണ് പേര്. ഇങ്ങനെയുണ്ടായിരുന്ന പലതരം കൊടുന്തമിഴുകളിൽ ഒന്ന് മലയാളമായി പരിണമിച്ചു എന്നാണ് കേരള പാണിനിയുടെ അഭിപ്രായം. ഈ കൊടുന്തമിഴിന് ദേശഭേദ്യങ്ങൾ, ഒരു ഭാഷയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ഭാഷാ വ്യത്യാസത്തെ ദേശീയഭേദങ്ങൾ എന്ന് വിളിക്കുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട്, കർക്കാനാട് തുടങ്ങി തമിഴകത്തിൻ്റെതായ 5 നാടുകളിൽ സംസാരിച്ചിരുന്ന കൊടുന്തമിഴുകളിൽ ഒന്ന് മലയാളമായി പരിണമിച്ചു എന്നാണ് ARന്റെ അഭിപ്രായം. ഇത്തരത്തിൽ കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചതിന് പ്രധാനമായും 2 തരം കാരണങ്ങളുണ്ടെന്ന് AR പറയുന്നു. ബാഹ്യ കാരണങ്ങൾ, ആഭ്യന്തര കാരണങ്ങൾ. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളെയും നിരത്തി തന്റെ വാദഗതികളെ കേരള പാണിനീയം പീഠികയിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. ബാഹ്യ കാരണങ്ങൾ: മലയാള ദേശത്തിന്റെ കിടപ്പ് കിഴക്കേ അതിർത്തി മുഴുവൻ വ്യാപിക്കുന്ന പർവ്വത പംക്തി കൊണ്ട് മറ്റു തമിഴ്നാടുകളിൽ നിന്നു വേർപെട്ട് ഒറ്റതിരിഞ്ഞായി പോയത്. ഓക്കെ, മലയാള ദേശത്തിന്റെ കിടപ്പ് കിഴക്കേ അതിർത്തി മുഴുവൻ വ്യാപിക്കുന്ന പർവ്വത പംക്തി കൊണ്ട് മറ്റു തമിഴ്നാടുകളിൽ നിന്നും വേർപെട്ട് ഒറ്റതിരിഞ്ഞായി പോയത്. പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യ മുഴുവൻ ആദി ദ്രാവിഡ ഭാഷയായിരുന്നു. ഈ ഭാഷയ്ക്ക് കൊടുന്തമിഴ്, ചെന്തമിഴ് എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. തമിഴ് സംസാരിക്കുന്ന 12 ദേശങ്ങളിൽ 7 എണ്ണം സഹ്യനുമപ്പുറവും കേരളത്തിന് പുറത്ത്, 5 എണ്ണം സഹ്യനിപ്പുറവും കേരളത്തിനകത്ത് ആയിരുന്നു. കുട്ടം, കർക്ക, വേൺ, പൂഴി എന്നീ 5 നാടുകളിലൊന്നിലെ കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചു. കിഴക്ക് സഹ്യപർവ്വതത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയ്ക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശമാണ് കേരളം. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകതയാണ് തമിഴ് സംസാരിക്കുന്ന ഇതര ദേശങ്ങളിൽ നിന്നും കേരളത്തെ ഒറ്റപ്പെടുത്തിയത്. ഭൂമിശാസ്ത്രപരമായ ഇക്കാരണത്താൽ മലനാട്ടിലെ തമിഴ് കാലക്രമത്തിൽ ഒരു സ്വതന്ത്ര ഭാഷയായി പരിണമിച്ചു എന്ന് AR അഭിപ്രായപ്പെടുന്നു. രണ്ടാമത്തെ ബാഹ്യകാരണം: മറുനാട്ടുകാർക്കില്ലാത്ത പല വിശേഷണ വിധികളും മലയാളത്തുകാർക്കുണ്ടായിരുന്നതിനാൽ അവർക്ക് ഒരു പ്രത്യേക സംഘമായി തിരിയുന്നതിനുണ്ടായ സൗകര്യം. മരുമക്കത്തായം, മുൻകുടുമ, മുണ്ടുടുപ്പ് മുതലായവ കേരളത്തിലെ ആചാരങ്ങളായിരുന്നു. 10 പ്രശംസിക്കുന്ന പ്രഭുക്കന്മാരും രാജാക്കന്മാരും മരുമക്കത്തായം അനുഷ്ഠിച്ചിരുന്നവരാണെന്ന് ആ ഗ്രന്ഥത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. തമിഴരും മലയാളികളും തമ്മിൽ നിത്യസഹവാസമുണ്ടായിരുന്ന കാലത്ത് ഇത്തരം ആചാരങ്ങൾ വിശേഷവിധിയായി തമിഴർക്ക് തോന്നിയിരുന്നില്ല എന്നു മാത്രമല്ല, ഈ വക ആചാരങ്ങളോട് അവർക്ക് തൃപ്തിക്കുറവും ഉണ്ടായിരുന്നു. ഇക്കാരണത്താൽ മരുമക്കത്തായം മുതലായ ആചാരങ്ങൾ മലയാള രാജ്യത്തെ ഒറ്റതിരിക്കുന്നതിനും അതുവഴി മലയാള ഭാഷയെ തമിഴിൽ നിന്നും അകറ്റുന്നതിനും സഹായിച്ചു എന്ന് AR പറയുന്നു.
മൂന്നാമത്തെ കാരണം നമ്പൂതിരിമാരുടെ പ്രാബല്യവും ആര്യ ദ്രാവിഡ സംസ്കാരവും. ക്രിസ്തു വർഷാരംഭത്തിനു മുമ്പ് തന്നെ ബ്രാഹ്മണരും ബൗദ്ധരും ജൈനരും ആയ ആര്യന്മാർ തെക്കേ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. ആര്യ ബ്രാഹ്മണർ ഗ്രാമമടച്ച് കേരളത്തിലേക്ക് കുടിയേറി പാർക്കുവാൻ ആരംഭിച്ചത് 6-ാം നൂറ്റാണ്ട് മുതലാണ്. തമിഴകത്തെ ജനങ്ങളും മലനാട്ടിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം നിലയ്ക്കുകയും മലനാട്ടിലെ ജനങ്ങൾക്ക് ആര്യന്മാരുമായുള്ള ബന്ധം വളരുകയും ചെയ്തതോടുകൂടി ആര്യഭാഷയായ സംസ്കൃതവും മലനാട്ടു തമിഴും തമ്മിൽ കൂടിക്കലർന്ന് മലനാട്ടിലെ തമിഴ് ഒരു സ്വതന്ത്ര ഭാഷയായി പരിണമിച്ചു. ആര്യന്മാരുടെയും പ്രാചീനവാസികളായ ദ്രാവിഡരുടെയും വർഗങ്ങൾക്ക് തമ്മിൽ കൂടിക്കലരുന്നതിനു വേണ്ട സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. മരുമക്കത്തായം മുതലായ കേരളീയ ആചാരങ്ങൾ ഉദാഹരണമായി പറയാം. ഈ ആര്യ ദ്രാവിഡ സംഗമം കേരള ഭാഷയെയും നല്ല രീതിയിൽ സ്വാധീനിച്ചു. ഇതിനെക്കുറിച്ച് ARന്റെ അഭിപ്രായം ഇതാണ്: രണ്ടും കൂടി ചേർന്ന് ഒരു കഷായമായി. യോഗം നന്നായി ചേർന്നതിനാൽ കഷായത്തിന് വീര്യം സ്വയമേ കൂടുതലായിരുന്നു. പോരെങ്കിൽ നസ്രാണി ക്രിസ്ത്യാനികൾ അതിന് ഒരു മേമ്പൊടിയും ചേർത്തു. അത് സേവിക്കയാൽ കേരളീയ ലക്ഷ്മിക്ക് ശരീരപുഷ്ടിയും ബുദ്ധിവികാസവും ഓജസ്സും വർദ്ധിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ആര്യന്മാരുടെ ആഗമനവും സംസ്കൃത ഭാഷാ സമ്പർക്കവും മലനാട്ടിലെ തമിഴിനെ സ്വതന്ത്ര ഭാഷയാക്കി മാറ്റി. അപ്പൊ എന്തൊക്കെയാണ് ബാഹ്യകാരണങ്ങൾ? ഒന്നാമത്തത്, മലയാള ദേശത്തിന്റെ കിടപ്പ് കിഴക്കേ അതിർത്തി മുഴുവൻ വ്യാപിക്കുന്ന പർവ്വത പങ്ക്തി കൊണ്ട് മറ്റു തമിഴ്നാടുകളിൽ നിന്ന് വേർപെട്ട് ഒറ്റതിരിഞ്ഞായി പോയത്. രണ്ടാമത്തെ കാരണം, മറുനാട്ടുകാർക്കില്ലാത്ത പല വിശേഷ വിധികളും മലയാളത്തുകാർക്കുണ്ടായിരുന്നതിനാൽ അവർക്ക് ഒരു പ്രത്യേക സംഘമായി തിരിയുന്നതിനുണ്ടായ സൗകര്യം. മൂന്നാമത്തെ റീസൺ, നമ്പൂതിരിമാരുടെ പ്രാബല്യവും ആര്യ ദ്രാവിഡ സംസ്കാരവും. ഓക്കെ, ഇനി ആഭ്യന്തര കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദേശീയഭേദങ്ങളെ കൊണ്ട് മാത്രം മലയാളവും തമിഴും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ AR ഭാഷാശാസ്ത്രപരവും വ്യാകരണപരവുമായ പ്രത്യേകതകൾക്കടിസ്ഥാനമാക്കി 6 നയങ്ങൾ അവതരിപ്പിക്കുന്നു. തമിഴിൽ നിന്നും മലയാളം വ്യത്യാസപ്പെടുന്നതിനുള്ള പൊതുവായ നിയമങ്ങൾ നിരത്തി മലയാളത്തിന് സ്വതന്ത്ര ഭാഷ എന്ന സ്ഥാനം നൽകുക, കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചതിനുള്ള ന്യായങ്ങൾ വെളിവാക്കുക എന്നീ 2 ലക്ഷ്യങ്ങളാണ് കേരള പാണിനിയുടെ 6 നയങ്ങൾക്കുള്ളത്. മലയാളം തമിഴിൽ നിന്നും വേർതിരിക്കുന്ന 6 നയങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ നയം അനുനാസികാദി പ്രസരം. രണ്ടാമത്തത് താലവ്യാദേശം, തവർഗോപമർദ്ദം എന്നും പറയും. മൂന്നാമത്തത് സ്വരസംവരണം. നാലാമത്തത് പുരുഷഭേദ നിരാസം. അഞ്ചാമത്തത് ഖിലോപ സംഗ്രഹം. ആറാമത്തത് അംഗഭംഗം. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നുകൂടി, മലയാളം തമിഴിൽ നിന്ന് വേർതിരിക്കുന്ന 6 നയങ്ങൾ ഏതൊക്കെ? അനുനാസികാദി പ്രസരം, താളവ്യാദേശം, സ്വരസംവരണം, പുരുഷഭേദ നിരാസം, ഖിലോപ സംഗ്രഹം, അംഗഭംഗം. ഒന്നാമത്തത് അനുനാസികാദി പ്രസരം. ഒരു അനുനാസിക വർണ്ണം എന്തൊക്കെയാണ്? ങ, ഞ, ന, ന, മ. ങ, ഞ, ന, ന, മ എന്നിവയാണ് മലയാളത്തിലെ അനുനാസികങ്ങൾ. ഓക്കെ, ഒരു അനുനാസിക വർണ്ണം തനിക്ക് പിന്നാലെ വരുന്ന വർണ്ണം ഖരമാണെങ്കിൽ, ഖരങ്ങൾ ഏതൊക്കെയാണ്? ക, ച, ഡ, ത, പ. ക, ച, ഡ, ത, പ എന്നിവയാണ് മലയാളത്തിലെ ഖരങ്ങൾ. ഓക്കെ, ഒരു അനുനാസിക വർണ്ണം തനിക്ക് പിന്നാലെ വരുന്ന വർണ്ണം ഖരമാണെങ്കിൽ അതിനെ കടന്നാക്രമിച്ച് അനുനാസികമാക്കി മാറ്റുന്നു. ഉദാഹരണം, നിങ്. ഇവിടെ അനുനാസികാണ് ങ. കൾ പ്ലസ് കൾ ആണ്. അപ്പൊ ക എന്ന് പറയുന്നത് എന്താണ്? ഖരാണ്. അപ്പോ അനുനാസിക വർണ്ണത്തിന്റെ പിന്നാലെ വരുന്നത് ഖരാണെങ്കിൽ അതിനെ അനുനാസികത്തെ ഖരത്തെ കടന്നാക്രമിച്ച് അനുനാസികമാക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ ഇതേപോലെ ഇത് അനുനാസിക വർണ്ണമാണ് ങ. ഇത് ക, ഖരാണ്. അപ്പോ ഖരത്തെ അനുനാസികം കടന്നാക്രമിച്ച് അവസാനം നിങ് പ്ലസ് കൾ
ഈസ് ഈക്വൽ ടു നിങ്ങൾ ആയി മാറി. ഓക്കെ. അനുനാസികം മുമ്പും ഖരം പിന്നിലുമായി കൂട്ടക്ഷരം വന്നാൽ അനുനാസികം ഇരട്ടിച്ച ഫലം ചെയ്യും. ഖരത്തിന്റെ ഉച്ചാരണം വേർതിരിച്ച് കേൾക്കാനാവാതെയും വരും. ഉദാഹരണം വൻ, താൻ, വന്താൻ ഈസ് ഈക്വൽ ടു വന്നാൻ. മാങ് പ്ലസ് കായ്, മാങ്കായ് ഈസ് ഈക്വൽ ടു മാങ്ങ. ഓക്കെ. രണ്ടാമതാണ് താലവ്യാദേശം, തവർഗോപമർദ്ദം എന്ന് അറിയപ്പെടുന്നു. താലവ്യാദേശം, തവർഗോപമർദ്ദം. താലവ്യ സ്വരത്തിനു ശേഷം ഏതൊക്കെയാണ് താലവ്യ സ്വരങ്ങൾ? ആ, ഇ, എ, ഐ. ആ, ഇ, എ, ഐ എന്നിവയാണ് താലവ്യ സ്വരങ്ങൾ. ഓക്കെ. ദന്ത്യവ്യഞ്ജനം ഏതൊക്കെയാണ്? ത, ന, ത, ന, ദ. ത, ന, ത, ന, ദ എന്നിവയാണ് ദന്ത്യവ്യഞ്ജനങ്ങൾ. ഓക്കെ. താലവ്യവ്യഞ്ജനം എന്താ? താലവ്യവ്യഞ്ജനാണ് ച, ഞ, ഛ, ഞ, ജ എന്നിവയാണ് താലവ്യവ്യഞ്ജനങ്ങൾ. ഓക്കെ. താലവ്യ സ്വരത്തിന് ശേഷം ദന്ത്യവ്യഞ്ജനം വന്നാൽ ദന്ത്യവ്യഞ്ജനം മാറി താലവ്യവ്യഞ്ജനം വരും. ഓക്കെ. താലവ്യ സ്വരത്തിന് ശേഷം, താലവ്യ സ്വരം എന്ന് പറഞ്ഞാൽ ആ, ഇ, എ, ഐ. ദന്ത്യവ്യഞ്ജനം വന്നാൽ ദന്ത്യവ്യഞ്ജനം ത, ന, ഥ, ന, ദ. ദന്ത്യവ്യഞ്ജനം മാറി താലവ്യവ്യഞ്ജനം വരും. താലവ്യവ്യഞ്ജനം ച, ഞ, ഛ, ഞ, ജ എന്നിവയാണ് താലവ്യവ്യഞ്ജനങ്ങൾ. ഓക്കെ. എന്ന നിയമമാണ് താലവ്യാദേശം. ഓക്കെ. തമിഴ് അക്ഷരമാല പ്രകാരം ദന്ത്യവ്യഞ്ജനങ്ങൾ ത, ന എന്നിവയാണ്. ഇവയെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ത, ന, ദ എന്നിവയും ദന്ത്യവ്യഞ്ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ദന്ത്യവ്യഞ്ജനങ്ങൾ ത, ന, ഥ, ന, ദ എന്നിവയാണ്. തമിഴ് അക്ഷരമാല പ്രകാരം താലവ്യ വ്യഞ്ജനങ്ങൾ ച, ഞ എന്നിവയാണ്. ഇവയെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഛ, ഞ, ജ എന്നിവയും താലവ്യ വ്യഞ്ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ താലവ്യ വ്യഞ്ജനങ്ങൾ ഛ, ഞ, ഛ, ഞ, ജ എന്നിവയാണ്. ഓരോ ദന്ത്യ വ്യഞ്ജനത്തിനും അതാതിന്റെ താലവ്യ വ്യഞ്ജനം ആദേശമായി വരും. അതായത് ഖരത്തിനു ഖരം, അനുനാസികത്തിനു അനുനാസികം എന്നിങ്ങനെ. ഇക്കാര്യം ഇപ്രകാരം ക്രമീകരിക്കാം. ദന്ത്യം, താലവ്യം. ദന്ത്യം എന്ന് പറയുന്നത് ഏതൊക്കെയാ? ത, ന, ത, ന, ദ. താലവ്യം ച, ഞ, ഛ, ഞ, ജ. ഉദാഹരണം പിടിത്താൻ ഈസ് ഈക്വൽ ടു പിടിച്ചാൻ. അറിന്താൻ ഈസ് ഈക്വൽ ടു അറിഞ്ചാൻ ഈസ് ഈക്വൽ ടു അറിഞ്ഞാൻ. ഓക്കെ. മൂന്നാമത്തതാണ് സ്വരസംവരണം. അതായത് മൂന്നാമത്തെ നയമാണ് സ്വരസംവരണം. അപ്പൊ ഇതുവരെ ഏതൊക്കെ ഡിസ്കസ് ചെയ്ത്? അനുനാസികാദി പ്രസരം. രണ്ടാമത്തത് താലവ്യാദേശം അല്ലെങ്കിൽ തവർഗോപമർദ്ദം. മൂന്നാമത്തെ നയമാണ് സ്വരസംവരണം. സ്വരങ്ങളെ തുറന്നുച്ചരിക്കാതെ അടച്ചുച്ചരിക്കുന്ന രീതിയാണ് സ്വരസംവരണം. സ്വരങ്ങളെ തുറന്നുച്ചരിക്കാതെ അടച്ചുച്ചരിക്കുന്ന രീതിയാണ് സ്വരസംവരണം. തമിഴിലെ വിവൃദ്ധ ഉകാരത്തെ മലയാളം സംവൃദ്ധ ഉകാരമാക്കി മാറ്റുന്നു. ഉകാരത്തെ വേണ്ടിടത്തോളം വിട്ട് തുറന്ന് ഉച്ചരിക്കുന്നതിനെയാണ് വിവൃദ്ധോകാരം എന്ന് പറയുന്നത്. ഇതാണ് തമിഴിന്റെ രീതി. എന്നാൽ മലയാളത്തിന്റെ രീതി ഉകാരത്തെ അടച്ചൊതുക്കി പിടിച്ച് ഉച്ചരിക്കുന്നതാണ്. ഇതിനെ സംവൃദ്ധോകാരം എന്ന് പറയുന്നു. ഉദാഹരണം വേലു ഈസ് ഈക്വൽ ടു വേല്, ചങ്കു ഈസ് ഈക്വൽ ടു ചങ്ക്. ഓക്കെ. പ്രകൃതിയുടെയും പ്രത്യയങ്ങളുടെയും ഒടുവിൽ വരുന്ന ഐകാരം ചുരുങ്ങി അകാരമാകും. ഉദാഹരണം തമിഴ് ഈസ് ഈക്വൽ ടു മഴൈ, ഇലൈ. മലയാളം ഈസ് ഈക്വൽ ടു മഴ, ഇല. നാലാമത്തെ നയമാണ് പുരുഷ ഭേദ നിരാസം. നാലാമത്തെ നയം ഏതാണ്? പുരുഷ ഭേദ നിരാസം. ഒന്നാമത്തേത് ഏതായിരുന്നു? അനുനാസികാദി പ്രസരം. രണ്ടാമത്തത് താലവ്യാദേശം, തവർഗോപമർദ്ദം എന്നറിയപ്പെടുന്നു. മൂന്നാമത്തത് സ്വരസംവരണം. നാലാമത്തത് പുരുഷഭേദ നിരാസം.
ക്രിയകൾക്ക് കർത്താവിനോടുള്ള പൊരുത്തം സൂചിപ്പിക്കുവാനായി തമിഴിൽ അവയോടുകൂടി ലിംഗവചന പ്രത്യയങ്ങൾ ചേർത്ത് രൂപഭേദം വരുത്താറുണ്ട്. മലയാളം അത് പാടെ ഉപേക്ഷിച്ചു. സംസ്കൃത ഭാഷ സംസാരിക്കുന്ന നമ്പൂതിരിമാർ ഇതിനു സഹായിച്ചിരിക്കണം. കാരണം സംസ്കൃതത്തിൽ നാമത്തിന് ചേർക്കുന്ന ലിംഗപ്രത്യയങ്ങൾ ക്രിയയ്ക്കും കൂടി ആവർത്തിക്കുന്ന സ്വഭാവം ഇല്ല. സംസ്കൃതത്തിന്റെ ഈ സ്വഭാവമാണ് മലയാളവും സ്വീകരിച്ചതെന്ന് കേരള പാണിനി അഭിപ്രായപ്പെടുന്നു. ഉദാഹരണം തമിഴ്, മലയാളം. ഓക്കെ, തമിഴിൽ അവൻ വന്താൻ, മലയാളത്തിലോ അവൻ വന്നു. തമിഴില് അവൾ വന്താൾ, മലയാളത്തിലോ അവൾ വന്നു. ഇവിടെ കണ്ടില്ലേ, ലിംഗവചന പ്രത്യയങ്ങൾ ഇല്ല മലയാളത്തില്. അത് മലയാളം പാടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ തമിഴിൽ കണ്ടില്ലേ ലിംഗവചന പ്രത്യയങ്ങളുണ്ട്. അവൻ എന്ന് പറഞ്ഞപ്പോ വന്താന് വന്നു, അവൾ എന്ന് പറഞ്ഞപ്പോ വന്താൾ വന്നു. ഓക്കെ, തമിഴിൽ അവർ വന്താർ, മലയാളത്തിലോ അവർ വന്നു. എല്ലാത്തിനും വന്നു വന്നു വന്നു. ഓക്കെ, ലിംഗവചന പ്രത്യയങ്ങൾ ഇല്ല. ഓക്കെ, പാടെ ഉപേക്ഷിച്ചതാണ് കാരണം. അഞ്ചാമത്തതാണ് ഖിലോപ സംഗ്രഹം. ഖിലോപ സംഗ്രഹം. അപ്പൊ 4 നയങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് അനുനാസികാദി പ്രസരം, രണ്ടാമത്തത് താലവ്യാദേശം, തവർഗോപമർദ്ദം എന്നറിയപ്പെടുന്നു, മൂന്നാമത്തത് സ്വരസംവരണം, നാലാമത്തത് പുരുഷഭേദ നിരാസം, അഞ്ചാമത്തത് ഖിലോപ സംഗ്രഹം. ഖിലം എന്നാൽ എന്താണ്? ഖിലം എന്നാൽ പ്രയോഗത്തിലില്ലാത്തത് എന്നാണ് അർത്ഥം. ഒരു കാലത്ത് പ്രയോഗത്തിലിരുന്നതും പിൽക്കാലത്ത് പ്രയോഗിക്കാതെ ഉപേക്ഷിച്ചതുമായ പ്രകൃതികളെയും പ്രത്യയങ്ങളെയും മലയാളം ഇപ്പോഴും പ്രയോഗത്തിൽ നിലനിർത്തുന്നു. ഭാവി ക്രിയയെ കുറിക്കുന്ന ആൻ എന്ന പ്രത്യയം. ഉദാഹരണം, ഇപ്പോഴും ഇത്തരം രൂപങ്ങൾ പ്രചാരത്തിലുണ്ട്. ഉദാഹരണം, തമിഴില് കുളിക്ക വന്നേൻ, അതെങ്ങനെ മലയാളത്തിൽ പറയാ? കുളിക്കാൻ വന്നു. തമിഴില് വാജിക്ക പോകിറേൻ, മലയാളത്തിൽ എങ്ങനെ പറയാ? വായിക്കാൻ പോകുന്നു. ആൻ. ഓക്കെ, ഭാവി ക്രിയയെ കുറിക്കുന്ന ആൻ എന്ന പ്രത്യയം. ഉദാഹരണം, വായിക്കാൻ, കുളിക്കാൻ. ഓക്കെ, ആറാമത്തതാണ് അംഗഭംഗം. ആറാമത്തെ നയമാണ് അംഗഭംഗം. അപ്പൊ ഒന്നാമത് നയമായിരുന്നു അനുനാസികാദി പ്രസരം, രണ്ടാമത് താലവ്യാദേശം ഓർ തവർഗോപമർദ്ദം, മൂന്നാമത്തത് സ്വരസംവരണം, നാലാമത്തത് പുരുഷഭേദ നിരാസം, അഞ്ചാമത്തത് ഗിലോപ സംഗ്രഹം, ആറാമത്തത് അംഗഭംഗം. ചില പഴയ ദ്രാവിഡ പ്രകൃതികളെയും പ്രത്യയങ്ങളെയും മലയാള ഭാഷ സൗകര്യത്തിന് വേണ്ടി അക്ഷരലോപം ചെയ്ത് ചുരുക്കി ഉപയോഗിക്കുന്നു. അതേതൊക്കെയാണ് നോക്കാം. ഇതിനെ അംഗഭംഗം എന്ന് പറയുന്നു. ഉദാഹരണം, കു എന്ന ഉദ്ദേശി കാവിഭക്തി പ്രത്യയത്തെ ഉ എന്നും ഉടയ എന്ന സംബന്ധിക വിഭക്തി പ്രത്യയത്തെ ഉഡേ എന്നും അക്ഷരം ലോപം ചെയ്ത് പ്രയോഗിക്കുന്നു. ഉദാഹരണം, അവൻ ഇസ് ഈക്വൽ ടു അവനുക്ക് ഇസ് ഈക്വൽ ടു അവന്, അവളുടെയ ഇസ് ഈക്വൽ ടു അവളുടെ. മേൽ പറഞ്ഞ 6 നയങ്ങളുടെ വിശദീകരണത്തിലൂടെ AR രാജരാജവർമ്മ സ്ഥാപിക്കുന്ന കാര്യം ഇതാണ്. പണ്ട് തമിഴ് ഭാഷയ്ക്കും മലയാളത്തിനും ഒരേ സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് സംസ്കൃത സ്വാധീനം കൊണ്ട് മലയാളം പല പഴയ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചു സ്വതന്ത്ര ഭാഷയായി. മലയാളം തമിഴിന്റെ ഒരു ഉപശാഖയാണ് എന്ന് കാൽഡലിന്റെ വാദഗതിയെ അംഗീകരിക്കുന്ന കേരള പാണിനീയം പീഠികയിൽ ആഭ്യന്തരവും ബാഹ്യവുമായ തെളിവുകൾ യുക്തിഭദ്രം നിരത്തി തന്റെ വാദത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. 6 നയങ്ങളുടെ വിമർശനങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തത് ഓക്കെ നോക്കാം. കൊടുന്തമിഴ് മലയാളമായി പരിണമിക്കാനുള്ള 6 നയങ്ങൾ നാം വിശദമാക്കി കഴിഞ്ഞു. ഇവയ്ക്ക് പിന്നീട് പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വരസംവരണം, പുരുഷഭേദ നിരാസം, അനുനാസികാദി പ്രസരം എന്നീ നയങ്ങളിൽ യുക്തിക്കു നിരക്കാത്ത ചില വസ്തുതകൾ പിന്നീടുള്ള വൈയാകരണന്മാർ കണ്ടെത്തുന്നുണ്ട്. അതേതൊക്കെയാ നോക്കാം. സ്വരസംവരണം. 2 പരിണാമങ്ങളാണ് AR സ്വരസംവരണം എന്ന നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഇപ്രകാരമാണ്: ഉകാരം സംവൃതമായത്, രണ്ടാമത്തത് ഐകാരം അകാരമായത്. ഏതൊക്കെയാണ്? സ്വരസംവരണത്തിൽ 2 പരിണാമങ്ങളാണ് AR സ്വരസംവരണം എന്ന നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഇപ്രകാരമാണ്: ഉകാരം സംവൃതമായത്, രണ്ടാമത്തത് ഐകാരം അകാരമായത്. രണ്ടിലും ഉച്ചാരണ മാത്ര കുറയുന്നുണ്ട്. എന്നാൽ സംവൃതോകാരത്തിന് വേണ്ടത്ര സ്ഥാനം ഭാഷയിൽ നൽകാൻ ARന് സാധിക്കാതെ പോയി. പിന്നീട് വന്ന വൈയാകരണന്മാർ
ഗാരത്തിന് സ്വരപദവി നൽകുന്നുണ്ട്. കേരള പാണിനിക്ക് ഉകാരത്തിന്റെ വകഭേദമാണ് സംവൃതോകാരം. എന്നാൽ CL ആന്റണി ആധുനിക ധ്വനി വിജ്ഞാനീയത്തിന്റെ വെളിച്ചത്തിൽ സംവൃതോകാരത്തെ ഒരു സ്വതന്ത്ര സ്വരമായി കൽപ്പിച്ചിരിക്കുന്നു. മലൈ, തലൈ, വലൈ തുടങ്ങിയ തമിഴ് രൂപങ്ങളിലെ ഐകാരത്തെ മലയാളം സംവരണം ചെയ്ത് അകാരമായി ഉച്ചരിക്കുന്നതായി കേരള പാണിനി രേഖപ്പെടുത്തുന്നു. മലൈ, തലൈ, വലൈ തുടങ്ങിയ തമിഴ് രൂപങ്ങളിലെ ഐകാരത്തെ മലയാളം സംവരണം ചെയ്ത് അകാരമായി ഉച്ചരിക്കുന്നതായി കേരള പാണിനി രേഖപ്പെടുത്തുന്നു. തമിഴിൽ നിന്നും മലയാളം ഉണ്ടായി എന്ന് വാദിക്കുന്നതിനാണ് കേരള പാണിനി ഇത്തരം ഒരു ഉദാഹരണം പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മൂലദ്രാവിഡ ഭാഷാവാദത്തെ പിന്താങ്ങുന്നതാണ്. കാരണം മൂലദ്രാവിഡ ഭാഷയിൽ ഉപയോഗിക്കുന്ന അകാരമാണ് മലയാളം പിന്തുടരുന്നത്. മൂലദ്രാവിഡത്തിൽ നിന്നും വേർപിരിഞ്ഞതിനു ശേഷം മലയാളം മൂലദ്രാവിഡത്തിന്റെ സ്വഭാവത്തെ പിന്തുടർന്നപ്പോൾ തമിഴ് ഐകാരത്തെ പിന്നീട് എപ്പോഴോ കൂട്ടിച്ചേർത്തു. ഇന്ന് തമിഴിൽ കാണുന്ന ഐകാര രൂപങ്ങൾ ഇപ്രകാരം വന്നു ചേർന്നതാണ്. ആദിനിന്റെ അകാരം ഐകാരമായി തിരിന്തതു. ആദിനിന്റെ അകാരം ഐകാരമായി തിരുന്തതു. ഒന്നും കൂടി, ആദിനിന്റെ അകാരം ഐകാരമായി തിരുന്തതു എന്ന് തൊൽക്കാപ്യം എഴുത്തധികാരം 399 സൂത്രത്തിൽ കാണുന്നു. ആദ്യകാലത്ത് ശബ്ദങ്ങളുടെ ഒടുവിൽ നിന്നിരുന്ന അകാരം പിന്നീട് തമിഴിൽ ഐകാരമായി മാറി എന്നാണ് സൂത്രാർത്ഥം. മലയാളം മല, തല, തമിഴ് മലൈ, തലൈ. ഇപ്രകാരം കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിൽ സ്വരസംവരണത്തിൽ സംവൃതോകാരത്തിന് വേണ്ടത്ര സ്ഥാനം നൽകാൻ കഴിയാത്തതും ഐകാരം അകാരമായതിലെ യുക്തിഭംഗവും പിന്നീട് വന്ന വൈയാകരണന്മാർ സൂചിപ്പിച്ച വിമർശനങ്ങളാണ്. ഇത്തരത്തിൽ സ്വരസംവരണത്തിൽ സംവൃതോകാരത്തിന് വേണ്ടത്ര സ്ഥാനം നൽകാൻ കഴിയാത്തതും ഐകാരം അകാരമായതിലെ യുക്തിഭംഗവും പിന്നീട് വന്ന വൈയാകരണന്മാർ സൂചിപ്പിച്ച വിമർശനങ്ങളാണ്. രണ്ടാമത്തത് പുരുഷഭേദ നിരാസമാണ്. രണ്ടാമത്തെ നയം, പുരുഷഭേദ നിരാസം ഒരു നിരാസം തന്നെയോ എന്ന് ലേഖനത്തിൽ ഡോക്ടർ KM ജോർജ് മൂലദ്രാവിഡ ഭാഷയിലെ ക്രിയാരൂപങ്ങൾക്ക് പുരുഷഭേദമുണ്ടായിരുന്നില്ല എന്ന് സമർത്ഥിക്കുന്നു. KM ജോർജിന്റെ അഭിപ്രായത്തെ ഇപ്രകാരം സംഗ്രഹിക്കാം. മൂലദ്രാവിഡ ഭാഷയിലെ ക്രിയാരൂപങ്ങൾക്ക് പുരുഷഭേദമുണ്ടായിരുന്നില്ല. മൂലദ്രാവിഡ ഭാഷയിലെ ധാതുക്കളിൽ പുരുഷ പ്രത്യയങ്ങൾ ചേർത്ത് തുടങ്ങുന്നതിന് മുമ്പ് മലയാളം തറവാട് വിട്ടു പോകുന്ന സ്വതന്ത്രമായി വികസിക്കാൻ ആരംഭിച്ചു. മറ്റ് ശാഖകൾ മൂലഭാഷയില്ലാത്ത പുരുഷ പ്രത്യയങ്ങളെ പല ഘട്ടങ്ങളിലായി വളർത്തിയെടുത്തു. സംഭാഷണ മലയാളത്തിലും പഴഞ്ചൊല്ലുകളിലും നാടൻപാട്ടുകളിലും പുരുഷ പ്രത്യയങ്ങൾ കാണുന്നില്ല. പുരുഷഭേദ നിരാസമായിരുന്നെങ്കിൽ പ്രത്യയങ്ങളുടെ ഏതെങ്കിലും അവശിഷ്ടം വായ്മൊഴിയിൽ കാണേണ്ടതായിരുന്നു. മൂലദ്രാവിഡ ഭാഷയിലില്ലാത്ത പുരുഷ പ്രത്യയങ്ങൾ മലയാളത്തിൽ വികസിച്ചില്ല. തന്മൂലം പുരുഷഭേദ നിരാസമല്ല, പുരുഷഭേദ അഭാവമാണ് മലയാളത്തെ പറ്റി പറയുമ്പോൾ ശരി. ഇതിൽ നിന്നും പ്രാചീന തമിഴിൽ, അതായത് മൂലദ്രാവിഡ ഭാഷയിൽ കർത്താവിനും ക്രിയയ്ക്കും ലിംഗപ്രത്യയം ചേർക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. ഇതേ രീതിയാണ് മലയാള ഭാഷയും പിന്നീട് പിന്തുടരുന്നത്. ഭാഷയിലും കർത്താവിനും ക്രിയയ്ക്കും ലിംഗപ്രത്യയം ചേർക്കുന്ന രീതി ഇല്ല. തമിഴിൽ നാമം, ക്രിയ എന്നിവയിൽ ഒരുപോലെ ലിംഗപ്രത്യയം ചേർത്ത് കാണുന്നു. അവൻ വന്താൻ, അവൾ വന്താൾ, അവർ വന്താർ എന്നിങ്ങനെ തമിഴിൽ ഉപയോഗിക്കുമ്പോൾ മലയാളം ലിംഗപ്രത്യയം ക്രിയയിൽ നിന്നുപേക്ഷിച്ച് അവൻ വന്നു, അവൾ വന്നു, അവർ വന്നു എന്നിങ്ങനെ പ്രയോഗിക്കുന്നു. പുരുഷഭേദ നിരാസം ഒരു നിരാസമല്ല, അഭാവമാണെന്ന് നിരൂപകർ അഭിപ്രായപ്പെടുന്നത് ഇക്കാരണത്താലാണ്. ഇപ്രകാരം കൊടുന്തമിഴിൽ നിന്നും മലയാളം ഉണ്ടായി എന്ന് സൂചിപ്പിക്കാൻ കേരള പാണിനി നിരത്തുന്ന യുക്തികളിൽ പലതും തമിഴ് ജന്യവാദത്തിനേക്കാളധികം മൂലദ്രാവിഡ ഭാഷാവാദത്തെയാണ് പിന്താങ്ങുന്നത്. ഇത് ARന്റെ നയങ്ങൾക്കുള്ള പോരായ്മയായി പല ഭാഷാ പണ്ഡിതന്മാരും ചൂണ്ടിക്കാട്ടുന്നു. മൂന്നാമത്തത് അനുനാസികാദി പ്രസരം. കേരള പാണിനി പറയുന്ന അനുനാസികാദി പ്രസരം പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് ങ്ക, ഞ്ച, ന്ത എന്നീ കൂട്ടക്ഷരങ്ങൾക്കാണ്. റാകാരത്തിന്
അനുനാസികാദി പ്രസരം ബാധകമാണെന്ന് കാണിക്കുവാൻ കേരളപാണിനി ഒൻരു ഒന്ന്, കുൻരു കുന്ന് എന്നിങ്ങനെ ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അനുനാസിക സംസർഗത്തിന് ശേഷമാണ് അനുനാസികാദി പ്രസരം നടക്കുന്നത് എന്ന് CL ആന്റണി വ്യക്തമാക്കുന്നു. ഒരു എന്ന പ്രകൃതിയോടുകൂടി തു പ്രത്യയം ചേർന്നാണ് സംഖ്യാനാമം ഉണ്ടാകുന്നത്. ഇക്കാര്യം CL ആന്റണി വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്. ഒരു പ്ലസ് തു എന്നതിന് പരസവർണ്ണനം സംഭവിച്ച് അനുനാസിക സംസർഗത്തിലൂടെ ഒന്തു എന്നാകുന്നു. ഒരു പ്ലസ് തു എന്നതിന് പരസവർണ്ണനം സംഭവിച്ച് അനുനാസിക സംസർഗത്തിലൂടെ ഒന്തു എന്നാകുന്നു. അനുനാസികമില്ലാത്ത പ്രകൃതിയിലോ പദത്തിലോ ഒരു അനുനാസിക വർണ്ണത്തിന് പ്രവേശനം നൽകുന്നത് അനുനാസിക സംസർഗം. ഒന്തു എന്നത് അനുനാസികാദി പ്രസരത്തിലൂടെ ഒന്ന് എന്നായി മാറുന്നു. പദങ്ങളിലെ ഒരു അനുനാസികം അതിൻ്റെ പാർശ്വത്തിലുള്ള മറ്റൊരു വർണ്ണത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തി അതിനെയും അനുനാസികമാക്കി തീർക്കുന്ന പ്രക്രിയയാണ് അനുനാസികാദി പ്രസരം. നാലാമത് അനുനാസികാദി പ്രസരവും താലവ്യാദേശവും. അനുനാസികാദി പ്രസരവും താലവ്യാദേശവും. കേരളപാണിനിയുടെ 6 നയങ്ങൾ അനുനാസികാദി പ്രസരവും തവർഗോപമർദ്ദവും ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ വിമർശന വിധേയമാക്കുന്നുണ്ട്. ചെന്തമിഴിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ ഔദാസീന്യ ന്യായമനുസരിച്ച് ഈ ഭേദങ്ങൾ ദക്ഷിണ ദ്രാവിഡ ഭാഷയിൽ വന്നു ചേർന്നിരുന്നു എന്നും അനുനാസിക പ്രധാനമായിരുന്ന ആ ഭാഷയിലെ പൂർവ്വരൂപങ്ങളെയാണ് മലയാളം പ്രദർശിപ്പിക്കുന്നതെന്നുമാകുന്നു. മീ കനകസഭൈ പിള്ളയുടെ അഭിപ്രായം ഞണ്ടു, ഞാൻ, ഞായിറു മുതലായ പദങ്ങൾ ഇന്നും തമിഴിൽ നടപ്പുണ്ട്. അതുകൊണ്ട് ഐന്തു, അഞ്ചു, കുൻരു, കുന്നു, നരമ്പു, ഞരമ്പു ഈ പദദ്വയങ്ങളിൽ ഐന്തു, കുൻരു, ഞരമ്പു, നരമ്പു ഇവയാണ് പ്രാചീനങ്ങൾ എന്ന് ഗണ്ഡിച്ചു പറയാവുന്നതല്ല എന്നിങ്ങനെ ഉള്ളൂർ പറയുന്നതിലൂടെ മൂലദ്രാവിഡ ഭാഷയുടെ സ്വഭാവമാണ് മലയാളം പിന്തുടരുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഓക്കെ, കിലോപ സംഗ്രഹം. വരുവാൻ, പോകുവാൻ മുതലായ പദങ്ങളിലുള്ള ആൻ എന്ന പിൻവിനയിച്ച പ്രത്യയം പഴന്തമിഴിൽ ഉണ്ടായിരുന്നതും ഇന്നത്തെ തമിഴിൽ ഗ്രന്ഥഭാഷയിൽ മാത്രം അപൂർവമായി കാണുന്നതുമാണ്. എന്നാൽ മലയാളത്തിൽ ഇത് സർവ്വസാധാരണമായി പ്രയോഗിക്കുന്നു എന്നിങ്ങനെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂരും കുളിക്കാൻ, പോകാൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലെ ആൻ പ്രത്യയം മലയാളത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇതു തമിഴിൽ വളരെ ദുർലഭമായി സാഹിത്യ ഭാഷയിൽ കാണുമെന്നല്ലാതെ സംഭാഷണ ഭാഷയിൽ ഇല്ല. തമിഴിൽ നശിച്ചുപോയ ഈ പ്രത്യയം മലയാളം ഇന്നും പുലർത്തി വരുന്നു എന്നിങ്ങനെ സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന ഗ്രന്ഥത്തിൽ KM ജോർജും പറയുന്നതിൽ നിന്നും കിലോപ സംഗ്രഹമെന്ന് AR വ്യക്തമാക്കുന്ന നയം കൊടുന്തമിഴ് വാദത്തെക്കാൾ മൂലദ്രാവിഡ ഭാഷാവാദത്തെ പിന്താങ്ങുന്നതാണെന്ന് വ്യക്തമാകുന്നു. ഇപ്രകാരം ARന്റെ നയങ്ങൾ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. കൊടുന്തമിഴ് വാദത്തെക്കാൾ ARന്റെ നയങ്ങൾ പലതും മൂലദ്രാവിഡ ഭാഷാവാദത്തെ പിന്താങ്ങുന്നതാണ്. ഇത്തരത്തിൽ ന്യൂനതകൾ ഉള്ളപ്പോഴും മലയാളത്തെയും തമിഴിനെയും തമ്മിൽ വേർതിരിക്കാൻ സഹായകമായവയാണ് ഈ 6 നയങ്ങൾ എന്നതിൽ സംശയമില്ല. അനുബന്ധം 1. തമിഴകം. ഏതൊക്കെയാ? മൂന്നെണ്ണമുള്ളത്. തമിഴകം, ചേര, ചോള, പാണ്ഡ്യ. 3 രീതിയിലാണ് വിഭജിച്ചിട്ടുള്ളത്. ചേര, ചോള, പാണ്ഡ്യ. ഇവരെ മൂവരശർ എന്നറിയപ്പെടുന്നു. മൂവരശർ, പല്ലവർ, ചാലുക്യർ. ഓക്കെ, വൈദേശിക ആക്രമണം. ഫലം എന്താണ്? തമിഴകം പരസ്പര സംസർഗത്തിനിരയാക്കി. ഓക്കെ, മേൽ കാണിച്ച പ്രകാരം തമിഴ് രാജ്യവും മലയാള രാജ്യവും ഒരേ രാജാവിന്റെ കീഴിൽ ഇരുന്നിടത്തോളം കാലം തമിഴ് ഭാഷയും മലയാള ഭാഷയും ഒന്നു തന്നെയായിരുന്നു. ചിലപ്പതികാരം തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായി ഇന്നും പറഞ്ഞു വരുന്നത് ഉദാഹരണമാണ്. രണ്ടാമത് അനുബന്ധം 2.
ഖരം അധിഖരം, മൃദു ഘോഷം, അനുനാസികം. ഏതൊക്കെയാ? ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. ഓക്കെ, ഗരം ഖ ച ഡ ത പ, അധികരം ഖ ഛ ഠ ഥ ഫ, മൃദു ഗ ജ ഢ ധ ഭ, ഘോഷം ഗ ജ ഢ ധ ഭ, അനുനാസികം ങ ഞ ന ന മ. ഓക്കെ, ഇത് ദന്ത്യ വ്യഞ്ജനാണ്. ദന്തവ്യഞ്ജനം ഏതൊക്കെയാ? ഥ ധ ധ ധ ന. താലവ്യ വ്യഞ്ജനം ഏതൊക്കെയാ? ഛ ഛ ഝ ഝ ഞ. ഓക്കെ, ഇതോടുകൂടി കേരള പാണിനിയുടെ 6 നയങ്ങളുടെ ടോപ്പിക് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിൽ മീറ്റ് യു ഇൻ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, പേപ്പർ 1 തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.